ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും 2026 പുതുവർഷത്തിലാണെങ്കിൽ ഈ തൃക്കേട്ട നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത്. ദൈനംദിന ജീവിതത്തിൽ ഭംഗിക്കും വൃത്തിക്കും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരും വ്യക്തിബന്ധങ്ങളിലും സ്നേഹബന്ധങ്ങളിലും തികഞ്ഞ ആത്മാർത്ഥത കാണിക്കുന്നവരാണ് ഈ തൃക്കേട്ട നക്ഷത്രക്കാർ. ഇവരുടെ ദൈനംദിന ജീവിതത്തിൽ ഏതൊരു വിഷയമായാലും അത് കുറേ സമയം മനസ്സിൽ സൂക്ഷിക്കുവാൻ കഴിയാത്തവരായതുകൊണ്ട് തങ്ങൾ വിശ്വസിക്കുന്നവരോട് എല്ലാം തുറന്നു പറയുന്നവരാണ്. പ്രത്യേകിച്ച് അവരുടേതായിട്ടുള്ള എന്താവശ്യങ്ങൾക്കും അവരുടെ കൂടെ നിന്നുകൊണ്ട് സഹായം ചെയ്യുന്നവരാണെങ്കിലും അവനവൻ്റേതായിട്ടുള്ള ചില കാര്യങ്ങളിൽ സ്വയമായിട്ട് വിഷമിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ. എന്നാലോ തൻ്റെ മനസ്സ് ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിനു വേണ്ടിയിട്ട് എന്തു ത്യാഗവും സഹിച്ച് നിരന്തരമായിട്ട് പരിശ്രമിച്ച് ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നവരാണ്. ഈ തൃക്കേട്ട നക്ഷത്രക്കാരുടെ പുതുവർഷത്തിലെ ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് വളരെയധികം ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം, ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ, അതായത് ജൂൺ മാസം 2-ാം തീയതി വരെ വളരെയധികം ശ്രദ്ധയോടും ദീർഘവീക്ഷണത്തോടും കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ്. അഷ്ടമഭാവത്തിലാണെങ്കിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ സ്വാധീന ശക്തിയും, സുഖസ്ഥാനമായിട്ടുള്ള 4-ാം ഭാവത്തിലാണെങ്കിൽ രാഹുവിൻ്റേതായ സാന്നിധ്യം കാണുന്നത് കൊണ്ട് വർഷത്തിൻ്റെ ആരംഭത്തിൽ കഷ്ടനഷ്ടങ്ങൾ വരാതെ ശ്രദ്ധിക്കണം. ദൈനംദിന ജീവിതത്തിൽ ചില സമയങ്ങളിൽ ഉണ്ടാകുന്നതായ മാനസികമായിട്ടുള്ളതായ സമ്മർദ്ദങ്ങളെയും ചിന്തകളെയും ഒഴിവാക്കേണ്ടതാണ് ഈ ഒരു സമയങ്ങളിൽ. ആരോഗ്യപരിപാലനത്തിലായാലും ജീവിത അനുഷ്ഠാനങ്ങളിലായാലും കുടുംബ ജീവിതത്തിലും കുടുംബ ബന്ധങ്ങളിലും സന്താനഭാവങ്ങളിലും ധനസംബന്ധമായിട്ടും വ്യക്തിബന്ധങ്ങളിലും വ്യക്തിപരമായിട്ടും എല്ലാം തന്നെ വളരെയധികം ശ്രദ്ധയും ജാഗ്രതയും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്, പ്രത്യേകിച്ച് ജൂൺ മാസം 2-ാം തീയതി വരെയുള്ള സമയങ്ങളിൽ. എന്നാൽ ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷം സർവേശ്വരകാരകനായിരിക്കുന്ന ഭഗവാൻ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് കൊണ്ടും 5-ാം ഭാവത്തിലാണെങ്കിലോ ശനീശ്വരൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നത് കൊണ്ട് ഈ ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷം ദൈനംദിന ജീവിതത്തിൽ എല്ലാ മേഖലകളിലും തന്നെ ഭാഗ്യപരമായിട്ടുള്ള ശ്രേയസ്സിനും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യപരമായിട്ട് ശ്രേയസ്സും കുടുംബപരമായിട്ട് അഭിവൃദ്ധിയും സന്താനഭാവങ്ങളിലുള്ളതായ സന്തോഷഭാവങ്ങൾക്കും എല്ലാം അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ. ഇനി കർമ്മസംബന്ധമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട്. ഇനി വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ട് ധാരാളമായിട്ടുള്ള മുന്നേറ്റത്തിനും അനുകൂല സ്ഥിതി കാണുന്നുണ്ട്. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് അതിനുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ 2026 പുതുവർഷത്തിൽ. അതുകൊണ്ട് തൃക്കേട്ട നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത്, പ്രത്യേകിച്ച് വർഷത്തിൻ്റെ ആരംഭത്തിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാൻ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും സഹസ്രനാമ അർച്ചന ചെയ്യുന്നതും വളരെ വളരെ നല്ലതാണ്.